സൂറത്തു നഹലിലെ 8-ാമത്തെ ആയത്ത് വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പലതും അല്ലാഹു സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത, നിങ്ങൾക്ക് ഇൽമില്ലാത്ത പലതിനെയും സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത്, ഈ ആയത്ത് അവതരിക്കുന്ന സമയത്ത് അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യന്റെ യാത്ര സുഖകരമാക്കുന്ന വിമാനങ്ങൾ ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അതില്ലായിരുന്നു, പിന്നീട് വന്നതാണ്. മനുഷ്യൻ പരസ്പരം വിനിമയം നടത്താൻ സഹായിക്കുന്ന മൊബൈലുകൾ ഈ ആയത്തിറങ്ങുന്ന സമയത്തില്ലായിരുന്നു, പിന്നീട് വന്നതാണ്. മനുഷ്യന് ആഴത്തിലുള്ള അറിവ് നേടാൻ സഹായിക്കുന്ന ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഈ ആയത്തിറങ്ങുന്ന സമയത്തില്ലായിരുന്നു, പിന്നീട് വന്നതാണ്. അപ്പോൾ അക്കാലത്തില്ലാതിരുന്ന പലതും പിന്നീട് അള്ളാഹു മനുഷ്യന് നൽകിയ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ കണ്ടുപിടിച്ചു. ഈ പറഞ്ഞ ആയത്തിന്റെ ആകെ ചുരുക്കം എന്നുള്ളത്, ഇതെല്ലാം മനുഷ്യന്റെ സാംസ്കാരികവും ബുദ്ധിപരവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്തെല്ലാം പിന്നീടുണ്ടായിട്ടുണ്ടോ അതെല്ലാം അനുഗ്രഹമാണ്, അള്ളാഹു നൽകിയ നിഅമത്താണ് എന്ന് ആധുനിക കാലത്തെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതായത് പിന്നീടുണ്ടായ വിമാനങ്ങൾ, ഫോണുകൾ, ഇതെല്ലാം അള്ളാഹു നൽകിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. ലോക ജനസംഖ്യയുടെ ഏകദേശം 69% ആളുകളും ഉപയോഗിക്കുന്ന ഒന്നാണ് മൊബൈലുകൾ. 565 കോടി ആളുകൾ ലോകത്ത് മൊബൈലുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാൽ, സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുന്ന 565 കോടി ആളുകൾ ലോകത്തുണ്ട് എന്നാൽ, മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഇന്ന് മൊബൈൽ മാറിയിരിക്കുകയാണ്. ഭാര്യയും മക്കളും കൂടെ ഇല്ലെങ്കിലും മൊബൈൽ കൂടെ ഉണ്ടായാൽ മതി, മനുഷ്യന് ആശ്വാസമാകും. അതെവിടെയെങ്കിലും ഒന്ന് മറന്നു വെച്ചാൽ മനുഷ്യൻ അസ്വസ്ഥനാകും. അത് കയ്യിലില്ലെങ്കിൽ മനുഷ്യൻ ആശങ്കാകുലനാവും. അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗമെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ ഒരു അവയവം പോലെ ഇന്ന് മാറിയിരിക്കുന്ന ഒന്നാണ് മൊബൈലുകൾ. അതുകൊണ്ട് തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ഈ മൊബൈൽ ഉപയോഗിക്കുന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ പാലിക്കണമെന്ന് പ്രത്യേകമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹു നൽകിയ അനുഗ്രഹമായതുകൊണ്ട് ആ അനുഗ്രഹത്തെ അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ വേണം ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ ഇതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഇത് ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ മര്യാദ, ആരോടെങ്കിലും നാം മൊബൈലിൽ സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാതെ ദീർഘനേരം സംസാരിക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ മര്യാദ. നമ്മൾ കണ്ടിട്ടില്ല ചില ആളുകളെ, അവരുടെ മുമ്പിൽ പെട്ടാൽ പെട്ടതാണ്, പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലെ? പെട്ടാൽ പെട്ടുപോയതാണ്. പക്ഷെ അത് അവരും മനസ്സിലാക്കുന്നില്ല, അവർക്കും തിരിയുന്നില്ല. അവരുടെ മുമ്പിൽ ആരെങ്കിലും പെട്ടാൽ പെട്ടതാണ് എന്നുള്ള കാര്യം അവർക്കും മനസ്സിലാവൂല. അപ്പോ മൊബൈലിൽ ആരെങ്കിലുമായി സംസാരിക്കുമ്പോ അനാവശ്യമായി ദീർഘനേരം സംസാരിക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ മര്യാദ. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് ആരെങ്കിലുമായി ബന്ധപ്പെടുന്നതെങ്കിൽ ആ കാര്യം പറയുക, അവസാനിപ്പിക്കുക. വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ പറയുമ്പോ അല്ലാഹു തആല പറയുന്നുണ്ട്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ. മുഅ്മിനീങ്ങളായ ആളുകൾ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവരാണ്, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരാണ്. അനാവശ്യമായ കാര്യമെന്ന് പറയുമ്പോൾ അനാവശ്യമായ സംസാരം അതിൽ പെടും, അനാവശ്യമായ പ്രവർത്തികൾ, ഇതെല്ലാം അതിൽ പെടുന്നതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ദീർഘനേരം മൊബൈലിൽ ചെലവഴിക്കുന്ന ഒരു സ്വഭാവം വിശ്വാസിക്കുണ്ടാവരുത്. ഒന്ന്. രണ്ടാമത്തേത്,
മൊബൈലിൽ റിംഗ് ടൂൺ വെക്കുന്നവരാണ് നാം. പക്ഷേ മ്യൂസിക് ഉള്ള റിംഗ് ടൂണുകൾ വിശ്വാസി ഒഴിവാക്കേണ്ടതാണ്. മ്യൂസിക് ഉള്ള റിംഗ് ടൂണിന്റെ കുഴപ്പം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ മ്യൂസിക് എന്നുള്ളത് വെള്ളം കൃഷിയെ മുളപ്പിക്കുന്നത് പോലെ, കമാ യുംബിത്തുൽ മാഉ അൽ കലഅ, വെള്ളം കൃഷിയെ മുളപ്പിക്കുന്നത് പോലെ വിശ്വാസിയുടെ മനസ്സിൽ മ്യൂസിക് നിഫാഖിനെ ഉണ്ടാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ശഅറ യുംബിത്തുൻ നിഫാഖ് കമാ യുംബിത്തുൽ മാഉ അൽ കലഅ, ഹൃദയത്തിൽ നിഫാഖ് ഉണ്ടാവാൻ, കാപട്യം ഉണ്ടാവാൻ കാരണമാണ് മ്യൂസിക്. അതുകൊണ്ട് റിംഗ് ടൂൺ വെക്കുമ്പോഴും മ്യൂസിക് ഒഴിവാക്കിക്കൊണ്ടുള്ള റിംഗ് ടൂണുകൾ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, മൊബൈലിൽ വിളിക്കുമ്പോ സംസാരിക്കുമ്പോ ശബ്ദം കുറച്ച് സംസാരിക്കുക എന്നുള്ളതാണ് മറ്റൊരു മര്യാദ. ചില ആളുകളുടെ വിളി കേട്ടാൽ അവർക്ക് ഫോണിന്റെ ആവശ്യമില്ല എന്ന് പോലും നമുക്ക് തോന്നും. പിന്നെ ഫോൺ ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഹലോ ഇങ്ങനെയൊക്കെ ചെയ്യരുത്. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം തന്റെ മകനോട് പറഞ്ഞു, മോനെ യാ ബുനയ്യ, അല്ലയോ പൊന്നു മോനെ, മൊബൈൽ ഉപയോഗിക്കുന്നതിന്റെ ഒരു മര്യാദയാണ് രണ്ടാമത് പറഞ്ഞത്. മോനെ, നീ നിന്റെ ശബ്ദം താഴ്ത്തി സംസാരിക്കുക. ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കുമ്പോ പരിസരത്ത് നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം സംസാരിക്കാൻ. ശബ്ദം താഴ്ത്തണം, അതൊരു മര്യാദയാണ്. മറ്റൊരു മര്യാദയാണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോ മൊബൈൽ ഓഫ് ചെയ്യുക എന്നുള്ളത്. അത് എഴുതി വെക്കേണ്ട കാര്യം പോലുമില്ല പള്ളിയിൽ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളി പരിശുദ്ധമാണ്. നമ്മുടെ ചില നമസ്കാര സമയത്തിന്റെ ഇടയ്ക്ക് കാണാം, സുജൂദി കിടക്കുമ്പോൾ ആയിരിക്കും ചില പാട്ടുകൾ കേൾക്കുക. ഇതെന്താണ് എന്ന സുജൂദി കിടക്കുന്ന ആളുകൾ പോലും ഭയപ്പെടുന്ന രീതിയിലുള്ള ഗാനങ്ങൾ മൊബൈലിൽ നിന്ന് ഉയരുന്നത് കേൾക്കാം. മൊബൈൽ ഓഫ് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ. മറ്റൊരു മര്യാദയാണ് രണ്ടുപേരുടെ സംസാരം അനുവാദമില്ലാതെ മൂന്നാമതൊരാളെ കേൾപ്പിക്കാൻ പാടില്ല. ചില ആളുകൾ മൊബൈൽ വിളിച്ചാൽ അപ്പോൾ തന്നെ അത് റെക്കോർഡാക്കിയിട്ട് മൂന്നാമതൊരാളെ ഈ സംസാരം കേൾപ്പിക്കുകയും അത് മറ്റു പലതിലേക്കും മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതൊരു വിശ്വാസിക്ക് അനുവദിക്കപ്പെട്ടതല്ല. പ്രവാചകൻ പറഞ്ഞു, ഒരാളുടെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ സംസാരം കേട്ടാൽ ഈ കേൾക്കുന്നവരുടെ ചെവിയിൽ നാളെ പരലോകത്ത് ഈയം ഉരുക്കി ഒഴിക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് നേരിട്ടാണെങ്കിലും മൊബൈലിലൂടെ ആണെങ്കിലും മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ അവരുടെ സംസാരം കേൾക്കരുത്. ഈയം ചൂടായാൽ ഏറ്റവും ശക്തമായ രീതിയിൽ ചൂടാകുന്ന ഒരു സാധനമാണ് ഈയം. അതാണ് ചെവിയിലേക്ക് ഉരുക്കി ഒഴിക്കപ്പെടുക. അതുകൊണ്ട് അങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ വിളിക്കുമ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ട് കേൾപ്പിക്കുകയോ ചെയ്യുന്ന സ്വഭാവം വിശ്വാസിക്കുണ്ടാവരുത്, അപകടകരമാണ്. മറ്റൊരു മര്യാദയാണ് മൊബൈലിൽ തന്നെ ധാരാളമായി സമയം ചെലവഴിക്കുന്ന അനാവശ്യമായ വീഡിയോകളോ സന്ദേശങ്ങളൊക്കെ കണ്ട് അതിൽ തന്നെ സമയം ചെലവഴിച്ച് സമയം നഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം വിശ്വാസിക്ക് നല്ലതല്ല, ഒഴിവാക്കണം. പ്രവാചകൻ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് അനാവശ്യമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. ഒരു വിശ്വാസത്തിന് സൗന്ദര്യമുണ്ട്. നമുക്കൊക്കെ ഈമാനുണ്ട്, ഇസ്ലാമുണ്ട്, പക്ഷെ അതിനൊന്നും ഒരു ബ്യൂട്ടി ഇല്ല. വിശ്വാസത്തിന് സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് അനാവശ്യമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന വാർത്തകൾ, ന്യൂസുകൾ. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു പറഞ്ഞു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, നിങ്ങളുടെ അടുക്കൽ ഒരു വിവരം എത്തിക്കഴിഞ്ഞാൽ ആ വിവരം സത്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണമെന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അത് സത്യമല്ല എങ്കിൽ നാം ആ ന്യൂസ് ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ പാപം അതെവിടേക്ക് എത്തുന്നു? 100 പേരുടെ അടുക്കലേക്ക് ആ വാർത്ത എത്തുമ്പോൾ ആ 100 പേർക്കും
ഷെയർ ചെയ്തതിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. ചെറിയൊരു കാര്യമല്ല. 1000 പേരിലേക്കാണ് എത്തുന്നതെങ്കിൽ 1000 പേരിലേക്കും ഈ തിന്മ എത്തിയതിന്റെ പാപം കിട്ടുന്നത് ആർക്കാണ്? ആദ്യം ഷെയർ ചെയ്ത ആൾക്കാർ. അതുകൊണ്ട് ആ ന്യൂസ് ശരിയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം, അത് ഉപകാരപ്പെടുന്നതാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ഷെയർ ചെയ്യുക. അതൊരു മര്യാദയാണ്. മറ്റൊരു മര്യാദയാണ്, ഓരോ വ്യക്തിക്കും ഒരു സ്വകാര്യതയുണ്ട്. ആ സ്വകാര്യത മാനിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ ഫോൺ കയ്യിൽ കിട്ടിയാൽ അവന്റെ അനുവാദമില്ലാതെ അവന്റെ ഗാലറി പരിശോധിക്കുക, അവന്റെ ഫോട്ടോസ് നോക്കുക, ഇത് ഒരു വിശ്വാസിക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല. അങ്ങനെ ചെയ്താലുള്ള കുഴപ്പം എന്താണ്? അത് അല്ലാഹു വളരെ വ്യക്തമായിട്ട് നിരോധിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബു കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മ. ഇത്രയും പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ്, വലാ തജസ്സസു, നിങ്ങൾ ഒരിക്കലും ഒളിഞ്ഞു നോക്കരുത്, ചാരവൃത്തി നടത്തരുത്. മറ്റുള്ളവന്റെ ഫോൺ എടുത്തിട്ട് എന്ത്, അവന്റെ ലോക്ക് കഴിച്ചിട്ട് അവൻ കയ്യിൽ പിടിക്കാൻ അമാനത്തായിട്ട് ഏൽപ്പിച്ചതാവും. നമ്മളെന്ത്, അവനില്ലാത്ത സമയത്ത് അവന്റെ മൊബൈൽ, അവന്റെ ഫോൾഡർ പരിശോധിക്കുക. ഇത് ചെയ്യരുത്. വലാ തജസ്സസു, അല്ലാഹു നിരോധിച്ച ഒരു വിഷയമാണ്. മറ്റൊരു മര്യാദയാണ്, ഫോണിൽ സംസാരിക്കുമ്പോൾ മാന്യമായ വാക്ക് ഉപയോഗിക്കണം. ചില ആളുകളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ മാന്യമായ വാക്കുകളാണ്, ഫോണിൽ വിളിക്കുമ്പോൾ അയാളുടെ രീതി മാറുന്നു, സ്വഭാവം മാറുന്നു. നമ്മൾ വിചാരിക്കും നേരിട്ട് സംസാരിച്ച ആള് തന്നെയാണോ ഇത് എന്ന് സംശയിക്കുന്ന വിധം സ്വഭാവങ്ങൾ മാറുന്നു. അല്ലാഹു തആല പറഞ്ഞു, വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ല രീതിയിലുള്ള സംസാരം നടത്തി. മൊബൈലിൽ സംസാരിക്കുമ്പോൾ നല്ല വാക്ക് ഉപയോഗിക്കണം. അതൊരു മര്യാദയാണ്. മറ്റൊരു മര്യാദയാണ്, മൊബൈലിലൂടെ വാട്സപ്പിലൂടെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള ട്രോളുകളോ സന്ദേശങ്ങളോ അയക്കാൻ പാടുള്ളതല്ല. ഇന്ന് മൊത്തം ട്രോളിന്റെ കാലമാണ്. നേരിട്ട് കളിയാക്കാൻ പറ്റിയില്ലെങ്കിൽ വാട്സപ്പിലൂടെ എന്ത് ചെയ്യും? കളിയാക്കുന്ന ഒരു കാലം. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, നിങ്ങളിൽ നിന്ന് ഒരാളും മറ്റൊരാളെ പരിഹസിക്കരുത്. അസാ അയ്യകൂനു ഖൈറൻ മിൻഹും, ചിലപ്പോൾ നിങ്ങൾ ആരെയാണോ കളിയാക്കുന്നത് അയാൾ നിങ്ങളെക്കാളും നല്ല ആളായിരിക്കും. നിങ്ങൾ കളിയാക്കുന്നവൻ നിങ്ങളെക്കാളും നല്ല ആളായിരിക്കും. അതുകൊണ്ട് ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനായ മനുഷ്യനെ പരിഹസിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഡിജിറ്റൽ യുഗം, അങ്ങനെയാണല്ലോ പറയുന്നത്, ആ യുഗത്തിൽ നാം പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദകളാണ് ഇത്. ഇത് പാലിച്ചുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചാൽ, മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് ഇനി പറയാൻ പറ്റുകയില്ല. കാരണം മൊബൈലില്ലാത്ത ജീവിതം മനുഷ്യന് അസാധ്യമാണ്. പക്ഷെ ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നാം ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇത് നമസ്കാരം പോലെ ഒരു ഇബാദത്താണ്, ദിക്ർ പോലെ ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് മൊബൈലിന്റെ ഉപയോഗം. അതുകൊണ്ട് റമളാനിൽ, ഈ ഒരു റമളാനിലെങ്കിലും നാം മൊബൈൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാനക്കല്ലാഹുമ്മ വ ബിഹംദിക, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വർഷത്തെ അവസാനത്തെ